കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. കണയം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടനവും കർഷക സമ്പർക്ക പരിപാടിയും സംഘടിപ്പിച്ചു. സംഘം ഓഫീസിൽ നടന്ന പരിപാടി ഷൊർണൂർ നഗരസഭ വൈസ് ചെയർമാൻ VK അനുരാജ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മേഖലയിലുള്ള ക്ഷീരസംഘം ക്ഷീരകർഷകരുടെ എല്ലാ തരത്തിലുള്ള ഉന്നമനത്തിനും അവരുടെ പ്രയാസങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ തീരാനുമൊക്കെ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഈ സംഘം വന്നോടുകൂടി കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ക്ഷീരകർഷകരുടെ പുലർച്ചെ മുതൽ രാത്രി വരെയുള്ള അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മുഴുവൻ ഈ കന്നുകാലി പരിപാലനത്തിനായി വിനിയോഗിക്കുന്ന അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പാലും ഈ സംഘങ്ങളിലൊക്കെ വരുന്ന പാലും എന്നുള്ളത് കൊണ്ട് ക്ഷീരസംഘങ്ങളുടെ പ്രധാനപ്പെട്ട ചുമതല നമ്മുടെ മേഖലയിലെ ക്ഷീരകർഷകരെ സഹായിക്കുക എന്നുള്ളതാണ്. ക്ഷീരസംഘങ്ങൾ പ്രധാനമായും ഒരു പാൽ ശേഖരണ കേന്ദ്രമായി മാത്രം ആയി കാണാൻ നമുക്ക് കഴിയില്ല. ഓരോ സംഘങ്ങളും നമ്മുടെ മേഖലയിലെ ക്ഷീരകർഷകരുടെ സാമ്പത്തികവും അവർക്ക് വേണ്ടിയുള്ള കന്നുകാലികളെ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള വെറ്റിനറി ഡോക്ടർമാരുടെ സൗകര്യവും മറ്റും അവരുടെ ഇൻഷുറൻസ്, കന്നുകാലികളെ ഇൻഷുറൻസ്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കന്നുകാലി പരിപാലന മേഖലയിലും അവരെ സഹായിക്കാൻ നമ്മുടെ ക്ഷീര സംഘങ്ങൾക്ക് കഴിയണം. കർഷകരുടെ ചിരകാല സ്വപ്നമായ ആനന്ദ് മോഡൽ പാൽ സംഭരണത്തിനാണ് ആരംഭമായത്. സംഘം പ്രസിഡന്റും ഷൊർണൂർ മുനിസിപ്പാലിറ്റി 2ാം വാർഡ് കൗൺസിലറും ഷൊർണൂർ നഗരസഭ വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് സിനി മനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് PC അജിത് കുമാർ സ്വാഗതം പറഞ്ഞു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാംദാസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൈമാറൽ നിർവഹിച്ചു. ഓങ്ങല്ലൂർ സംഘം പ്രസിഡന്റും CMMF ഭരണസമിതി അംഗവുമായ K കോരനും ചടങ്ങിൽ സംബന്ധിച്ചു. പ്രഥമ വിൽപ്പന ഷൊർണൂർ മുനിസിപ്പാലിറ്റി 3ാം വാർഡ് കൗൺസിലർ KK ഗോപി നിർവഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ PB പ്രിയ, പട്ടാമ്പി ബ്ലോക്ക് ഡയറി ഫാം ഇൻസ്ട്രക്ടർ V നിമ, ഭരണസമിതി അംഗം പരമേശ്വരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഭരണസമിതി അംഗം പ്രിയ ദിലീപ് കുമാർ നന്ദി പറഞ്ഞു. തുടർന്ന് നടന്ന കർഷക സമ്പർക്ക പരിപാടിയിൽ പട്ടാമ്പി DEO പ്രിയ ക്ലാസ് എടുത്തു. സംഘം സെക്രട്ടറി MK വിപിൻ നാഥ് നന്ദി പറഞ്ഞു. You are watching VCV News.